കോട്ടയം വൈക്കത്ത് സിപിഐ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സിപിഐ പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടാണ് ആത്മഹത്യ. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വൈക്കത്തെ സിപിഐക്കാരാണ് ഉത്തരവാദിത്തമെന്ന് വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ചെല്ലപ്പനെ കൊല്ലുമെന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി മകൻ ദീപു പറഞ്ഞു. ഈ സിപിഐക്കാർ എന്നെ ദാരുണമായി ഇല്ലാതാക്കാൻ പല ഘട്ടങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി ശ്രീ പ്രസാദിനെ കാണുന്നതിന് വേണ്ടി പല പ്രാവശ്യം വികലാംഗനായ ഞാൻ 1 രൂപയ്ക്ക് എത്ര ലക്ഷം തൈ വേണേലും ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞാണ് ഞാൻ എത്തിയിരുന്നത്. ഒരിക്കൽ പോലും അതിനെ പച്ചക്കൊടി അവർ കാണിച്ചിരുന്നില്ല. അവനെ ഇല്ലാതാക്കാൻ നടത്തുന്ന സിപിഐയുടെ ഈ കൊടും വഞ്ചന നിങ്ങൾ തിരിച്ചറിയണം. രാജ്യത്തിന് പുരോഗതിയല്ല ആവശ്യം, അവർക്ക് വേണ്ടത് കമ്മീഷനാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നായിരുന്നു. അച്ഛൻ എന്തോ ഒരു ടെൻഷൻ പ്രകടിപ്പിച്ചു. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ ഇന്നലെ പണിക്ക് പോയേക്കുമായിരുന്നു. അവർ ചോദിച്ചിട്ടും പറഞ്ഞില്ല, വേറെ പ്രത്യേകതയായിട്ട് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ആൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ഞാൻ അറബിക്കടലിൽ കൊണ്ട് താഴ്ത്തുമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ച്. ഞാൻ ഇന്നലെ വൈകുന്നേരം പോയി കണ്ടു. അച്ഛൻ ഞങ്ങൾ ഒന്നിച്ചല്ല താമസിക്കുന്നത്. അത് പഴയ ഒത്തിരി വർഷം പുറകോട്ടാണ് പ്രശ്നങ്ങൾ. അച്ഛൻ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആളല്ലെന്ന്. അതേസമയം പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ നേരത്തെ പരിഹരിച്ചിരുന്നുവെന്നാണ് സിപിഐ പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. ദുരൂഹതയുണ്ട് എന്നും അന്വേഷണം വേണമെന്നും UDF ആവശ്യപ്പെട്ടു. കൃഷിവകുപ്പ് ഓഫീസിന് മുന്നിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, പാർട്ടിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നേരത്തെ പരിഹരിച്ചു എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഇദ്ദേഹത്തെ ഈ തൂങ്ങി മരിച്ച നിലയിൽ പാർട്ടിയുടെ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കണ്ടത്? എന്താണ് വിവരങ്ങൾ? മാധവ്, ഇന്ന് രാവിലെ പ്രവർത്തകർ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ തൂങ്ങി മറിച്ച നിലയിൽ പാർട്ടി ഓഫീസിന് ഫ്രണ്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കാണുന്നത്. അവിടെ രാവിലെ കണ്ടപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പിന്നീട് തുടർന്ന് മൃതദേഹം എടുത്തുമാറ്റാൻ പോലീസ് വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ്. പിന്നെ RDO അടക്കമുള്ള മുതിർന്നവരെത്തിയ ശേഷമാണ് അത് എടുത്തുമാറ്റാനുള്ള കാര്യത്തിലേക്ക് അടക്കം പോയിരിക്കുന്നത്. ഇതിൽ CPI-നെ തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കാരണം ഈ മരിച്ച ചെല്ലപ്പന്റെ ഓഡിയോ സന്ദേശത്തിൽ തന്നെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ കാലമായി തന്നെ CPI വേട്ടയാടുന്നുണ്ട്. സമീപകാലങ്ങളിൽ താൻ ബിനുമോന് വേണ്ടി പ്രചരണങ്ങൾ നടത്തിയതിന് പിന്നാലെ തന്നെ വലിയ ഭീഷണി തനിക്കെതിരെ ഉണ്ടായ തരത്തിൽ അദ്ദേഹം പറഞ്ഞു പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ കാരണക്കാരാവുക എന്ന് പറയുന്നത് അത് ഈ CPI തന്നെയായിരിക്കുമെന്ന് ആരോപണമാണ് മുന്നോട്ട് വെച്ച്. പക്ഷേ അതേ വീഡിയോ തന്നെ, ആ വീഡിയോ സംഭാഷണത്തിൽ തന്നെയാണ് CPI സംശയിക്കുന്നത്. CK ML അടക്കമുള്ളവർ ആ സ്ഥാനത്തിൽ തന്നെയാണ് പിടിക്കുന്നത്. കാരണം ഇത് കൃത്യമായി മുൻകൂട്ടി തയ്യാറാക്കി CPI-ക്കെതിരായ കെണി കരുതി വെച്ചതിന് ശേഷമാണ് ഇവിടെ ഇത്തരത്തിൽ പാർട്ടി ഓഫീസിലേക്ക് എത്തി ആത്മഹത്യ ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു ആത്മഹത്യ, അതിനെ ആത്മഹത്യ എന്ന് പോലും ഞങ്ങൾ വിളിക്കുന്നില്ല. അതിൽ വലിയ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് CPI മുന്നോട്ട് വരികയും ചെയ്യുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരിലേക്കും വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കും ഒക്കെ ഈ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു. കോൺഗ്രസും BJP-യും മറുചേരിയിൽ നിന്ന് CPI-ക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ CPI മറുചേരിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ വീഡിയോ ഉണ്ടാക്കിയത് കൃത്യമായി തന്നെ അത് എഡിറ്റ് ചെയ്തിരിക്കുന്നു. കർഷകന്റെ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. തനിക്ക് എന്തു സംഭവിച്ചാലും അതിന് ഉത്തരവാദികൾ CPI-കാരാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനു ശേഷമായിരുന്നു ചെല്ലപ്പന്റെ ആത്മഹത്യ.